ഹലോ, നമ്മുടെ 11-ാം തീയതി വെച്ച എഗ്ഗ് നോക്കി നോക്കാൻ വന്നതാ. അപ്പോൾ ഇതാണ്ടോ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 5-6 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മുട്ടയൊക്കെ കണ്ടോ അതേമാതിരി ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടോ, അത് കാണാൻ ഇതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. നാട വിരിയല്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഇവരെ നമ്മൾ ഈ വേസ്റ്റൊക്കെ എടുത്തൊന്ന് ഒഴിവാക്കി ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഒന്ന് മാറ്റിയാണ്. കുഞ്ഞുങ്ങളെ ഇതൊന്ന് മാറ്റിയിട്ട് നമ്മൾ ബ്രൂഡ് ചെയ്യണ ഇതിൽ കൊണ്ടുപോയി അവിടെ ഞാൻ സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇവരെ അതിലോട്ട് മാറ്റണം. 5 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിട്ടുള്ളത്. 5 അല്ല 6 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇത് എഗ്ഗ് ഇതുണ്ടോ കൊത്തി വെച്ചിട്ടുണ്ട്, കുറേ കൊത്തി വെച്ചിട്ടുണ്ട്. എന്നൊക്കിപ്പോൾ 20 21 ഒക്കെ ദിവസമായിട്ടുള്ളൂ. 20-21 ദിവസമായിട്ടുള്ളൂ. 22 ദിവസം കൊണ്ട് 23 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഫുള്ളായിട്ട് വിരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ നാടൊക്കെ വിരിയേണ്ടതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അതേമാതിരി ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണത് ഇതൊക്കെ ഒരുവിധമെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. എന്താ കാണാല്ലേ, അതേപോലെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടാവും. ഇതിൽ വേസ്റ്റൊക്കെ ഒഴിവാക്കി നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മുട്ട നമ്മൾ വെച്ചിട്ടുണ്ട്. ആ മുട്ട നമ്മൾ പഴയതുമാതിരി തിരിച്ചു വെക്കണം. കറക്റ്റായിട്ടത് 18 ദിവസം വരെ നമ്മൾ തിരിച്ചു കൊടുക്കണം. നമ്മളിനി ഇവരെ ബ്രൂഡിങ്ങൊക്കെ മാറ്റാൻ വേണ്ടി പോവാണ്. ഇവരെ ഇടുന്ന സ്ഥലം കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല തണുപ്പൊന്നും അടിക്കാത്ത മാതിരി വെള്ളത്തിൽ നമ്മൾ ഇവരിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ അവരെ ഇടാൻ പോണ ബ്രൂഡിങ് ഇതാണ്. കാരണം ഇതിന് വലിയ ചൂടടിക്കില്ല. സൈഡിലൊക്കെ ഞാൻ കാർബോർഡ് കൊണ്ട് മറച്ചിട്ടുണ്ട്. ഇവരെ ഇതിലേക്ക് മാറ്റുകയാണ്. ഞാൻ ഇവിടെ കുറച്ച് വെട്ടായി തുടങ്ങി. അപ്പം ഞാൻ അടിയിലൊരു പേപ്പർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പേപ്പർ ഇട്ടിട്ടില്ല. ഞാനൊരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചകിരിച്ചോറ് എന്ന് പറയുന്നത്, ചകിരിച്ചോറിൽ ഞാൻ കാണിച്ചു തരാം അവരൊക്കെ. ഇതിൻ്റെ കുറച്ച് പ്രായം കൂടിയ കുഞ്ഞുങ്ങളുണ്ട്. അവർ ഞാൻ ചകിരിച്ചോറിട്ടിട്ട് നല്ല വൃത്തി കൊടുക്കാനാണ് ഇടുന്നത്. ഇതിൽ ഇതിലോട്ട് മാറ്റിയിട്ട് അവരൊക്കെ കുറച്ച് പ്രായം കൂടിയ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അവരാണ് ഇതേമാതിരി വെള്ളം കുറച്ച് ഉയരത്തിൽ കയറ്റി വെക്കും. അടിയിൽ ചകിരിച്ചോറാണ്. അതിലാണ് ലൈറ്റ് ഇട്ടിട്ട് ഇത് ഇവരൊക്കെ 1 മാസം പ്രായം കൂടുതലുള്ള കുഞ്ഞുങ്ങൾ. ഇതാണ് നമ്മൾ ബ്രൂഡ് ചെയ്യണ ബോക്സാണിത്. ബോക്സല്ല, അത് ശരിക്കൊരു കൂടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം ഇതൊക്കെ ഉണ്ട്. ചൂടൊന്നും കയറാത്ത വിധത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടർ തീറ്റ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലോണം ശ്രദ്ധിക്കുക. പരമാവധി നല്ല തീറ്റ, പുതിയ തീറ്റ മാത്രം വാങ്ങിക്കൊടുക്കാൻ നോക്കുക. പിന്നെ വരുന്ന കുഞ്ഞുങ്ങളാണ്. 6 പേരുണ്ടായിരുന്നു. അല്ല 6 പേര്. ഞാനിവർക്ക് കർട്ടൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചൂട് പിന്നെ തണുപ്പ് വല്ലാതെ അടിക്കില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഉണ്ട്. രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്ക് നമ്മൾ മുട്ടകൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. 11-ാം തീയതി വെച്ച മുട്ട എഗ്ഗാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത് വെച്ച കുഞ്ഞുങ്ങളും വിരിയാൻ തുടങ്ങി. ഇതിലിപ്പോൾ 3 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്.
ബാക്കിയുള്ള എഗ്ഗ് കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. നാളെ അവരൊക്കെ വിരി ഒരു 10 മുട്ടയും കൂടി 10 എഗ്ഗും കൂടി ഉണ്ട്. അതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ 2 ദിവസം നാളെയും മറ്റന്നാളെ തുറക്കുന്ന നമ്മളത് കഴിയും. നമ്മളെ ഇൻക്യുബേറ്ററിൽ വെച്ച കുഞ്ഞുങ്ങളാട്ടത് 60 മുട്ടയോളം വെച്ചിട്ട് നമുക്കൊരു 40-45 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അവരപ്പോൾ ഞാൻ ഗേജിക്ക് മാറ്റിയിട്ടാണ്. ഇതിപ്പോൾ ഇന്ന് വരുന്നതാണ് ഈ 3 ആൾ. നമ്മൾ സെക്കൻഡ് 4 ദിവസം കഴിഞ്ഞിട്ട് എഗ്ഗ് വെച്ച് തിരിഞ്ഞതാണ്. ഇതാണ് കുഞ്ഞുങ്ങൾ. വെള്ളം തീറ്റ പിന്നെ ഞാൻ നിലത്ത് അടിയിലിട്ട് കൊടുത്തിട്ടാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവരെ ചകിരിച്ചോറിൻ്റെ പൊടിക്ക് മാറ്റി നമ്മളത്.